യുവനടിയുടെ ലൈംഗിക പീഡന പരാതിയിലാണ് ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്തിനെ പോലീസ് തൊടുപുഴയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തതും ഇപ്പോൾ അറസ്റ്റ് അല്പസമയത്തിനകം രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനായി അദ്ദേഹത്തിനെ കൊണ്ടുപോയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി വിപിൻ സി വിജയൻ തത്സമയം ചേരുന്നു. പറയൂ വിപിൻ. SKN ഉദയംപേരൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു സൂചനയുള്ളത്. കാരണം ഇതിന്റെ അന്വേഷണ ചുമതല അവിടുത്തെ SHOയ്ക്കാണ്, ഉദയംപേരൂർ SHOയ്ക്കാണ് അന്വേഷണ ചുമതല. അതിന്റെ നേതൃത്വത്തിൽ DCP അശ്വതി ജിജിയുമുണ്ട്. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുൻപാകെ ഹാജരാക്കാനാണ് ഈ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിനുശേഷമായിരിക്കാം മജിസ്ട്രേറ്റിന് മുൻപാകെ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ രഞ്ജിത്തുമായുള്ള വാഹനം അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരു പക്ഷേ ജനറൽ ആശുപത്രിയിൽ തന്നെ അഡ്മിറ്റ് ആക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ആ സമയത്ത് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ആ ഘട്ടത്തിൽ ഇന്നലെ ഡോക്ടർ പരിശോധിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ അത് നോർമലാണ് എന്നുള്ളത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുകയും മറ്റ് പോലീസിന്റെ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് ഒരു കാലതാമസം ഇതുമായി ബന്ധപ്പെട്ട് വരുത്തുന്നില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു പക്ഷേ അത് ഒരു തിരഞ്ഞെടുപ്പിന്റെ ഒരു ഏറ്റവും പീക്കിൽ നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് കൂടിയായിരിക്കാം വളരെ ദ്രുതഗതിയിൽ തന്നെ, വളരെ വേഗതയിൽ തന്നെ പോലീസിന്റെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. മറ്റൊന്നുള്ളത്, ഈ പെൺകുട്ടിയുടെ പരാതിയുടെ ഒരു ഗൗരവ സ്വഭാവം കൂടി അതിൽ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം അത് ഒരു ട്രോമയിലേക്ക് പോയി, ഇങ്ങനെ ഒരു സംഭവം നടന്നതിന് ശേഷം വലിയ മാനസിക സംഘർഷത്തിലേക്ക് പോയി എന്നുള്ളത് ഈ രഹസ്യമൊഴിയിലുണ്ട് എന്നുള്ളത് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൂടി കണക്കിലെടുത്തായിരിക്കാം ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്, ഒരു നടപടി ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് കാരവനിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും തടഞ്ഞു വെക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നീട് അത് ആദ്യം അറിയിക്കേണ്ടത് അവിടുത്തെ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിക്കായിരുന്നു. അതിന് മുൻപാകെ തന്നെ അറിയിക്കുന്നു. പക്ഷേ അതിൽ നടപടി ഉണ്ടാവുന്നില്ല. അങ്ങനെയാണ് അത് DGPയിലേക്ക് എത്തുന്നതും പിന്നീട് കൊച്ചി കമ്മീഷണർക്ക് ആ കേസ് കൈമാറുകയും ചെയ്തിട്ടുള്ളത്. ഇന്നലെ തൊടുപുഴയിലേക്ക്, കോട്ടയത്തായിരുന്നു രഞ്ജിത്ത് ഉണ്ടായിരുന്നത്, അവിടെ നിന്നും തൊടുപുഴയിലേക്ക് പോകാൻ ശ്രമിക്കുകയായിരുന്നു. 2 ചലച്ചിത്ര പ്രവർത്തകരും ഒപ്പം ഉണ്ടായിരുന്നു. ആ വാഹനം പോലീസ് തടയുകയും അതിൽ നിന്ന് ഇറക്കി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു. അങ്ങനെയാണ് തൊടുപുഴ പോലീസ് ആദ്യം കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നീട് കൊച്ചിയിൽ നിന്ന് പോയിട്ടുള്ള പോലീസിന്റെ സേനയ്ക്ക് കൈമാറുകയായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന് രഞ്ജിത്തിനെ കൈമാറുകയും തിരിച്ചു കൊണ്ടുവരുമ്പോൾ നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു, അവിടെ അഡ്മിറ്റ് ചെയ്യുകയുമായിരുന്നു. ഇപ്പോൾ ഉദയംപേരൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. വാഹനം ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ SKN അല്പസമയത്തിനകം തന്നെ എങ്ങോട്ടേക്കാണ് രഞ്ജിത്തുമായുള്ള പോലീസിന്റെ യാത്ര എന്നുള്ളതിൽ ഒരു വ്യക്തത വരും എന്നുള്ളത് കൂടിയാണ്. കാരണം അത്രയും രഹസ്യ മൊഴി രേഖപ്പെടുത്തുന്നു, അതേ ഗൗരവത്തോടു കൂടി തന്നെ കസ്റ്റഡിയിലെടുക്കുന്നു, അറസ്റ്റിലേക്ക് നീങ്ങുന്നു. അതുകൊണ്ട് തന്നെ ഈ എല്ലാം പോലീസിന്റെ എല്ലാ കാര്യങ്ങളും അത്തരത്തിലൊരു രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടുകൂടിയായിരിക്കാം അതിലൊന്നും അവർ വിട്ടുപറയാതെ ഇപ്പോൾ പോകുന്നത്. അല്പസമയത്തിനകം തന്നെ എങ്ങോട്ടേക്കാണ് എന്നുള്ളത് അറിയിക്കും എന്നുള്ളത് നമ്മൾ കരുതുന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ സിനിമാ മേഖലയിൽ നിന്നൊക്കെ കൂടുതൽ പ്രതികരണങ്ങൾ ഇതിലുണ്ടാവും. പക്ഷേ ഇതൊരു വ്യാജ പരാതിയാണ് തനിക്കെതിരെ ഇപ്പോൾ ഉയർന്നിട്ടുള്ളത് എന്നുള്ളത് രഞ്ജിത്ത് ആവർത്തിക്കുന്ന ഘട്ടത്തിൽ സിനിമാ മേഖലയിലേക്കുള്ള അന്വേഷണം വ്യാപിപ്പിക്കുമെന്നുള്ളത് ഉറപ്പാണ്. കുറച്ചു കാലം, അതായത് ആദ്യത്തെ 2 കേസ് വന്നതിന് ശേഷം പിന്നീട് സിനിമയിൽ നിന്ന് ഒന്ന് വിട്ടു നിൽക്കുകയായിരുന്നു രഞ്ജിത്ത്. പിന്നീട് ഇപ്പോൾ കൂടുതൽ പുതുമുഖങ്ങളുള്ള ഒരു സിനിമയാണ് ഈ സംവിധാനം ചെയ്യുന്നത്. അതിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരാതിയിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. ഇതിനിടയിൽ വീണ്ടും ഒന്ന് സിനിമാ മേഖലയിൽ സജീവമാകാനുള്ള ശ്രമം, അല്ലെങ്കിൽ ഒരു സംവിധാനം കുറച്ചായി ഇപ്പോൾ രഞ്ജിത്തിന്റെ ഒരു സിനിമ ഇറങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ സിനിമയിൽ കുറച്ചുകൂടി സജീവമാവുന്ന ഒരു ഘട്ടത്തിലാണ് വീണ്ടും ഒരു പരാതി ഉയരുകയും അതിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. വ്യാജമെന്നുള്ളത് രഞ്ജിത്ത് വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം നോർത്ത് വനിതാ പോലീസ് സ്റ്റേഷനാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആൻമരിയ സണ്ണി കൂടി നമുക്കിപ്പം ചേരുന്നു. ആൻമരിയ, ആ സ്റ്റേഷനിലേക്കാണോ ഇദ്ദേഹത്തിനെ കൊണ്ടുവരുന്നത്? നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ചും പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരവും അവർ ഫോളോ ചെയ്ത് വരുന്നതും എല്ലാം മനസ്സിലാക്കുന്നതനുസരിച്ച് നമ്മൾ നോക്കുകയാണ് എങ്കിൽ നോർത്ത് ഈ പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും കൊണ്ടുവരിക എന്നതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം നമ്മൾ ആദ്യം വനിതാ സ്റ്റേഷനിലേക്കായിരിക്കും എത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി പിന്നീടാണ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെ നമ്മൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ നമുക്കൊപ്പം ചേരുന്നു. പറയൂ വിപിൻ.
SKN മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് രഞ്ജിത്തുമായുള്ള വാഹനം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്തിനെ ഇന്നലെ തൊടുപുഴയിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിന് എത്തിച്ചിരിക്കുകയാണ്. മജിസ്ട്രേറ്റ് അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കും. ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിപിൻ സി വിജയൻ കൂടി അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇന്നലെ ഒരു ചലച്ചിത്ര യുവ നടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അതീവ രഹസ്യമായി ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത്. രഞ്ജിത്ത് പുതുതായി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കുന്ന നടിയാണ് പരാതിക്കാരി. സിനിമാ ചിത്രീകരണത്തിനിടയിൽ രഞ്ജിത്ത് കയറി പിടിച്ചു എന്നാണ് ഇവരുടെ പരാതി. മാനഭംഗം, ലൈംഗിക അതിക്രമം, തടഞ്ഞുവയ്ക്കൽ, അശ്ലീലാംഗ്യം കാണിക്കൽ എന്നിങ്ങനെ 4 വകുപ്പുകൾ ചുമത്തിയാണ് ജാമ്യമില്ലാ വകുപ്പിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമായിരുന്നു പോലീസിൻ്റെ ഈ നടപടി. വളരെ അത്യന്തം നാടകീയമായിട്ടാണ് പോലീസ് രഞ്ജിത്തിൻ്റെ കസ്റ്റഡിയിൽ എടുത്തത്. കാർ തടഞ്ഞു നിർത്തിയാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ വിപിൻ സി വിജയൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. വിപിൻ, പറയൂ. SKN നാടകീയമായ നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് പോലീസ് ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്കാണ് എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നു. മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് വാഹനം എത്തിയിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. പോലീസ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നു. കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് കൂടിയുണ്ട്. അങ്ങനെ ലൈംഗിക അതിക്രമ പരാതിയിൽ ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് ചിത്ര സംവിധായകൻ രഞ്ജിത്തിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനായി കൊണ്ടുവന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മൊഴി ഇപ്പോൾ മജിസ്ട്രേറ്റ് അല്പസമയത്തിനും രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരു യുവനടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ തൊടുപുഴയിൽ വെച്ച് രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുത്തത്. രഞ്ജിത്തിൻ്റെ പുതിയ ചലച്ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന വേളയിലാണ് ഈ പരാതി ഉയർന്നത്. ഇന്റേണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റിക്ക് പരാതി കൊടുത്തെങ്കിലും കമ്മിറ്റി നടപടി സ്വീകരിക്കാത്തതിൽ പരാതി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് DGPക്ക് പോലീസ് കമ്മീഷണർക്ക് നേരിട്ട് പരാതി കൊടുക്കുകയും കൊച്ചി പോലീസ് കമ്മീഷൻ നിർദ്ദേശപ്രകാരം പോലീസ് കേസ് എടുത്തിരിക്കുകയും. എന്തായാലും എറണാകുളത്തും തൊടുപുഴയിലേക്ക് പോകുന്ന വഴി മുട്ടത്ത് വെച്ചാണ് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷൻ നിർദ്ദേശത്തോളം തൊടുപുഴ പോലീസ് രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ രാത്രിയായിരുന്നു ഈ സംഭവം നടന്നത്. വളരെ രഹസ്യമായിട്ടായിരുന്നു രഞ്ജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് എന്ന്. നേരത്തെ രഞ്ജിത്തിന് 2 പീഡന പരാതികൾ ഉയർന്നിരുന്നുവെങ്കിലും അത് പിന്നീട് കോടതി ആ കേസ് റദ്ദ് ചെയ്യുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ വെളിച്ചത്തിൽ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദം രഞ്ജിത്തിന് ഒഴിയേണ്ടി വന്നതും ചരിത്രമാണ്. വിപിൻ സി വിജയൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. പറയൂ വിപിൻ. SKN ഒരു വീട്ടിലേക്ക് ഇപ്പോൾ രഞ്ജിത്തിനുമായിട്ടുള്ള പോലീസിന്റെ വാഹനം എത്തിയിരിക്കുകയാണ്. മജിസ്ട്രേറ്റിന്റെ വീട് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. ഇത് കുറച്ച് അകലെയാണ്, അതായത് നമ്മുടെ ടൗണിൽ നിന്ന് കുറച്ച് അകലെയായിട്ടുള്ള ഒരു സ്ഥലമാണ്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ഷെയർ ചെയ്യുന്നില്ല എന്നുള്ളത് കൂടിയുണ്ട്. ഇത് എന്താണ്, എവിടെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് കുറച്ചുകൂടി ഒരു വ്യക്തത ഈ ഘട്ടത്തിൽ നമുക്ക് വരാനുണ്ട്. പക്ഷേ ആ പോലീസിന്റെ നടപടികൾ അത് ദ്രുതഗതിയിൽ തന്നെ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റ് കാര്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നടനും സംവിധായകനുമായിട്ടുള്ള രഞ്ജിത്ത് അറസ്റ്റിലായിരിക്കുന്നു. അതിൻ്റെ പോലീസിൻ്റെ നടപടികൾ അതിരാവിലെ തന്നെ ആരംഭിച്ചിരിക്കുന്നു. ഇന്നലെ രക്തസമ്മർദ്ദം ഒപ്പം തന്നെ ECGയിലുള്ള വേരിയേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജനറൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരുന്നത്. പക്ഷേ 5 മണിക്കൂറിന് ശേഷം പരിശോധനയിൽ അതെല്ലാം നോർമലായി എന്നതിനെ തുടർന്നാണ് അവിടെ നിന്നും ഇറക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ അവിടെ നിന്നും ഡിസ്ചാർജ് ചെയ്യുന്നു. പിന്നീട് പോലീസ് ഇപ്പോൾ നേരെ ആദ്യം നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പക്ഷേ അവിടെ രഞ്ജിത്തിനെ ഇറക്കിയില്ല. അതിനുശേഷം നേരെ ഇപ്പോൾ മജിസ്ട്രേറ്റിൻ്റെ വീടാണെന്ന് തോന്നുന്നു ഇവിടേക്ക് കൊണ്ടുവരികയുമായിരുന്നു. കൂടുതൽ നടപടികൾ അല്പസമയത്തിനകം തന്നെ നടക്കും എന്നുള്ളത് കൂടിയാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. SKN വേരിയേഷൻ കണ്ടിരുന്നു. അതുപോലെ തന്നെ രക്തസമ്മർദ്ദം ഉയർന്നിരുന്നു. ഇതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തിനെ വൈദ്യസംഘം വിശദമായി പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫോർട്ട് കൊച്ചിയിലെ ചിത്രീകരണത്തിനിടയിലാണ് മോശം പെരുമാറ്റം ഈ കന്നഡയിൽ നിന്ന് വന്ന പരാതിക്കാരിക്ക് ഉണ്ടായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അവരുടെ മൊഴി എടുത്തിരുന്നു. എന്നാൽ ഈ
രഞ്ജിത്തിൻ്റെ മൊഴിയിൽ പോലീസ് വിശ്വാസം രേഖപ്പെടുത്തിയിട്ടില്ല എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ നേരിട്ടായിരുന്നു മൊഴിയിലെ വിവരങ്ങൾ ശരിയാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയത്. അതിനുശേഷമാണ് രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുക്കാൻ തൊടുപുഴ പോലീസിന് കമ്മീഷണർ നിർദ്ദേശം നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.